Hello my dear friends, welcome back to Nagentropy Tech Tuition. This is Afzal. Okay, so coming to our subject fluid mechanics or mechanics of fluids. സാധാരണ പോലെ തന്നെ ഞാൻ ഒരു തിയററ്റിക്കൽ ആസ്പെക്റ്റ് ഒന്നും ഇവിടെ പറയുന്നില്ല. എന്താണ് ഫ്ലൂയിഡ് മെക്കാനിക്സ്, വാട്ട് ഈസ് ദ ഡെഫിനേഷൻ ഓഫ് ഫ്ലൂയിഡ്, അങ്ങനെ ഒന്നും ഞാനിവിടെ പഠിപ്പിക്കാൻ പോകുന്നില്ല. ഈ ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്ന സബ്ജക്റ്റ് കൂടുതൽ ഇൻക്ലൈൻ ടു ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആണ്, അല്ലെങ്കിൽ പ്രോബ്ലമാറ്റിക് സബ്ജക്റ്റുകളാണ്. തിയറി ഉണ്ടെങ്കിൽ പോലും ഒരു വെയിറ്റേജ് നോക്കിക്കഴിഞ്ഞാൽ കൂടുതലും പ്രോബ്ലംസ് ആണ്. അപ്പോൾ ആര് നന്നായി കൂടുതൽ പ്രോബ്ലംസുകൾ ഇവിടെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നോ അവർക്ക് മാത്രമേ ഫ്ലൂയിഡ് മെക്കാനിക്സിൽ ഒരു ഗ്രിപ്പ് ഉണ്ടാക്കി എടുക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാനും ഈ നമ്മുടെ യൂട്യൂബിലുള്ള ഈ ഫ്ലൂയിഡ് മെക്കാനിക്സ് കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് കൂടുതലും പ്രോബ്ലം ഓറിയൻറ്റഡ് ആയിട്ടായിരിക്കും. സോ ആ പ്രോബ്ലംസുകൾ ഓരോ ടോപ്പിക്കിൻ്റെയും ബേസിക് കൺസെപ്റ്റ്സുകൾ പഠിപ്പിക്കും. വളരെ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ്സ് മാത്രം ഞാൻ ആദ്യം പറഞ്ഞുതരും. പിന്നെ പതുക്കെ നമുക്ക് പ്രോബ്ലംസുകൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ ആ പ്രോബ്ലംസിന് ആവശ്യമായിട്ടുള്ള കൺസെപ്റ്റ്സുകൾ ആ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്തു പോകാം, ഡിസ്കസ് ചെയ്ത് പോകാം. അങ്ങനെ ചെയ്യുന്നതായിരിക്കും കുറേ കൂടെ നല്ലതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, സോ ദിസ് ഈസ് അവർ കോഴ്സ് ഔട്ട്ലൈൻ. ഇനി നിങ്ങൾ ഏത് ബ്രാഞ്ചുകാരോ ഏത് സ്കീമുകാരോ ആയിക്കൊള്ളട്ടെ, ആര് ഫ്ലൂയിഡ് മെക്കാനിക്സ് പഠിച്ചാലും ഏറ്റവും ആദ്യം തുടങ്ങുന്ന ടോപ്പിക്ക് ഫ്ലൂയിഡ് പ്രോപ്പർട്ടീസ് ആയിരിക്കും. അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ടോപ്പിക്കാണ്, കാരണം +1 +2 പഠിച്ചിട്ടുള്ള ഒരു ടോപ്പിക്സ് ആണ് ഫ്ലൂയിഡ് പ്രോപ്പർട്ടീസ്. നമുക്കും ആ ഫ്ലൂയിഡ് പ്രോപ്പർട്ടീസിനെ സ്റ്റാർട്ട് ചെയ്യാം. സോ വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് അവർ സബ്ജക്റ്റ്. എവിടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം? ഫ്ലൂയിഡ് പ്രോപ്പർട്ടീസ്. ഫ്ലൂയിഡ് പ്രോപ്പർട്ടീസ്. ഈ ഫ്ലൂയിഡ് പ്രോപ്പർട്ടീസിൽ ഏറ്റവും ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു പ്രോപ്പർട്ടിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഫെമിലിയർ ആയിട്ടുള്ള പ്രോപ്പർട്ടി, ഡെൻസിറ്റി. സിംപ്ലി ഡെൻസിറ്റി എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ചില ബുക്കുകാർ ഇവനെ മാസ് ഡെൻസിറ്റി എന്ന് വിളിക്കും. എന്ത് ഡെൻസിറ്റി? മാസ് ഡെൻസിറ്റി. സിമ്പിൾ നിങ്ങൾക്കറിയാം, ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ദ സിമ്പിൾ റോ. സോ ഡെൻസിറ്റി നമുക്ക് പ്രത്യേകിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമല്ല, സ്കൂൾ കാലം മൂലം പഠിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഡെൻസിറ്റി. വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് ഡെൻസിറ്റി? It is mass per unit volume. Similarly, it is mass per unit volume. Mass by volume. ഇവിടുത്തെ നമുക്ക് പഠിക്കാൻ പറ്റും. മാസിൻ്റെ യൂണിറ്റ് നമുക്ക് പണ്ടേ അറിയാം, ഇറ്റ് ഈസ് കിലോഗ്രാം എന്ന് നമുക്കറിയാം. വോളിയത്തിൻ്റെ യൂണിറ്റ് നമുക്കറിയാം, ഇറ്റ് ഈസ് മീറ്റർ ക്യൂബ്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് എന്ത് കിട്ടി? അവൻ്റെ യൂണിറ്റ് പഠിക്കാൻ പറ്റി. ആരുടെ? ഡെൻസിറ്റിയുടെ. കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ഒരു മീറ്റർ ക്യൂബ് വോളിയം എടുത്താൽ അതിൽ എത്രമാത്രം ആ ഫ്ലൂയിഡിൻ്റെ മാസ് ഉണ്ടോ അവനെ വിളിക്കുന്ന പേരാണ് ഡെൻസിറ്റി. ഈ ഡെൻസിറ്റി പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം കുറച്ച് ഫ്ലൂയിഡ്സിൻ്റെ ഡെൻസിറ്റീസ് നമ്മൾ എന്ത് ചെയ്തിരിക്കണം? പഠിച്ചിരിക്കണം. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെൻസിറ്റിയാണ് ഡെൻസിറ്റി ഓഫ് വാട്ടർ. ഡെൻസിറ്റി ഓഫ് വാട്ടർ ഇറ്റ് ഈസ് ഓൾവേസ് 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ്, ഒരു കോൺസ്റ്റൻ്റ് ആണ്. കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ വാട്ടർ അറ്റ് 4 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ അവൻ്റെ ടെമ്പറേച്ചർ, അവൻ്റെ ഡെൻസിറ്റി എന്തായിരിക്കും? 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആയിരിക്കും. കാരണം ഫ്ലൂയിഡ് മെക്കാനിക്സിനകത്ത് നമ്മൾ എടുക്കുന്ന സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ് മിക്കവാറും വാട്ടർ ആയിരിക്കും. അവിടെ വാട്ടർ എന്ന് മാത്രമേ പറയത്തുള്ളൂ, വാട്ടറിൻ്റെ ഡെൻസിറ്റി പറയത്തില്ല. അത് നമുക്ക് അറിഞ്ഞിരിക്കണം. 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. എന്താണ് ഈ 1000 എന്ന് പറയുന്ന നമ്പർ കൊണ്ട് മീൻ ചെയ്യുന്നത്? കുറെ കൂടെ ഫിസിക്കലി നമുക്ക് ഡെൻസിറ്റി അപ്രോച്ച് ചെയ്യാം. നോക്കൂ, കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ഒരു മീറ്റർ ക്യൂബ് വോളിയത്തിനകത്ത് വെള്ളം നിറച്ചാൽ 1000 കിലോഗ്രാം കാണും. ഒരു മീറ്റർ ക്യൂബ് എന്ന് പറയുമ്പോൾ നിങ്ങൾ കാണുന്ന കുഞ്ഞു ബോക്സ് അല്ല. ഇതാണ് 1 മീറ്റർ നീളം. 1 മീറ്റർ നീളം, 1 മീറ്റർ വീതി, 1 മീറ്റർ ഹൈറ്റ്. വലിയൊരു ബോക്സ് ആയിരിക്കും. വലിയ ബോക്സ് എത്രത്തോളം വലുതായിരിക്കും? നമ്മുടെയൊക്കെ വീടിൻ്റെ മുകളിലിരിക്കുന്ന വാട്ടർ ടാങ്കിലെ 500 ലിറ്ററും 1000 ലിറ്ററും, അതിൽ 1000 ലിറ്ററിൻ്റെ അത്രയും വോളിയം ഉള്ളതിനെയാണ് 1 മീറ്റർ ക്യൂബ് എന്ന് വിളിക്കുന്നത്. ആ അത്രയും വലിപ്പമുള്ള 1 മീറ്റർ ക്യൂബ് വോളിയമുള്ള ഒരു ടാങ്ക് എടുത്താൽ ആ ടാങ്കിൽ വെള്ളം നിറച്ച് തൂക്കി നോക്കിയാൽ 1000 കിലോഗ്രാം കാണും. അതാണ് ഡെൻസിറ്റിയിലെ 1000 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കുറേ കൂടെ ഫിസിക്കലി ഇപ്പോൾ ഡെൻസിറ്റി മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? ഇനി നമുക്ക് 2-3 ഫ്ലൂയിഡ്സിൻ്റെ ഡെൻസിറ്റി പഠിക്കാം, കാരണം അത് മിക്കവാറും കമ്പാരിസന് വരും. ഞാൻ ഈ എടുക്കുന്ന ഈ ബോക്സ് 1 മീറ്റർ ക്യൂബ് ആണെന്ന് വിചാരിക്കാം. ഇത് എത്രയാണെന്ന് വിചാരിക്കുക? 1 മീറ്റർ ക്യൂബ്. നമ്മൾ വീട്ടിൻ്റെ മുകളിലിരിക്കുന്ന വാട്ടർ ടാങ്കിൻ്റെ അത്രയും കപ്പാസിറ്റി ഉണ്ട്. ഈ വാട്ടർ ടാങ്കിനകത്ത് 1 മീറ്റർ ക്യൂബ് ഉള്ള ഈ വാട്ടർ ടാങ്കിനകത്ത് ഞാൻ വെള്ളം നിറച്ചിട്ട് തൂക്കി നോക്കിയപ്പോൾ എനിക്ക് എത്ര കിട്ടുമെന്ന് ഞാൻ പറഞ്ഞു? ഇറ്റ് ഈസ് 1000 കിലോഗ്രാം എന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ ഡെൻസിറ്റി ഓഫ് വാട്ടറിനെ വിളിക്കുന്ന പേരാണ് എന്താണ്? 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്ന് നമ്മൾ വിളിച്ചു. ഇതേ 1 മീറ്റർ ക്യൂബ് വോളിയമുള്ള മറ്റ് 2 ടാങ്ക് ഉണ്ട്. അതിൽ ഈ ടാങ്കിൽ ഞാൻ ആരെ നിറച്ചു? എയറിനെ നിറച്ചു. എന്നിട്ട് തൂക്കി നോക്കിയപ്പോൾ എനിക്ക് എത്ര കിട്ടുന്നറിയാമോ? 1.2 കിലോഗ്രാമേ കിട്ടിയുള്ളൂ. വിച്ച് മീൻസ് ഈ
1 മീറ്റർ ക്യൂബ് വോളിയം ഇത്രയും വലിയ ടാങ്കിനകത്ത് എയർ നിറച്ചാൽ എത്രയേ കിട്ടത്തുള്ളൂ? 1.2 കിലോഗ്രാമേ കാണത്തുള്ളൂ. അപ്പോൾ ഡെൻസിറ്റി ഓഫ് എയർ നമുക്ക് ഇവിടെ നിന്ന് കിട്ടി. എത്ര കിട്ടി? 1.2 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. നോക്കൂ, തീർന്നില്ല. ഇതേ സെയിം മീറ്റർ ക്യൂബ് 1 മീറ്റർ ക്യൂബ് വോളിയമാണ് ഈ ടാങ്കിലും. അതിൽ ഞാൻ ആരെ നിറച്ചു? മെർക്കുറിയെ നിറച്ചു. മെർക്കുറി നിറച്ചിട്ട് തൂക്കി നോക്കിയപ്പോൾ എനിക്ക് എത്ര കിട്ടുന്ന അറിയാമോ? 13,600 കിലോഗ്രാം കിട്ടി. വിച്ച് മീൻസ് ഡെൻസിറ്റി ഓഫ് മെർക്കുറി ഈസ് നോൺ ആസ് 13,600 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. കണ്ടോ, വെള്ളത്തിൻ്റെ ഓൾമോസ്റ്റ് ഒരു 13 ഇരട്ടി ഭാരമുണ്ട് ആർക്ക്? മെർക്കുറിക്ക്. ഈ പറയുന്ന മാസുകൾക്കുള്ള വ്യത്യാസം വരാനുള്ള കാരണം ആ ഫ്ലൂയിഡിൻ്റെയൊക്കെ മോളിക്യുലർ സ്ട്രക്ചറിലുള്ള വ്യത്യാസമാണ്. ഇപ്പം മനസ്സിലായി കാണൂലേ എന്തിനു വേണ്ടി നമ്മൾ ഡെൻസിറ്റി പഠിക്കുന്ന? ഡെൻസിറ്റി എന്ന ടേം കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും ആ ഫ്ലൂയിഡ് എത്രത്തോളം ഹെവിയർ ആണ് അല്ലെങ്കിൽ എത്രത്തോളം ലൈറ്റർ ആണ്. അപ്പോൾ ഒരു ഫ്ലൂയിഡ് എത്രത്തോളം ഹെവിയർ ആണ് അല്ലെങ്കിൽ എത്രത്തോളം ലൈറ്റർ ആണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ ആരെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? ഡെൻസിറ്റി എന്ന് പറയുന്ന പ്രോപ്പർട്ടി നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ക്ലിയർ അല്ലേ? സോ ഡെൻസിറ്റി ഓഫ് ഈ 3 ഫ്ലൂയിഡ്സ് ഞാൻ റാൻഡംലി എടുത്തതല്ല. ഫ്ലൂയിഡ് മെക്കാനിക്സിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഹാൻഡിൽ ചെയ്യുന്ന ഫ്ലൂയിഡ് വാട്ടറാണ്, പിന്നെ മെർക്കുറിയാണ്. കുറച്ച് സ്ഥലങ്ങളിൽ നമ്മൾ എയറിനെയും നമ്മൾ ഉപയോഗിക്കും. അതുകൊണ്ടാണ് ഈ 3 പേരുടെയും വാല്യൂസ് നിങ്ങൾ പഠിച്ചിരിക്കുക. ഈ 3 പേരുടെയും വാല്യൂസ് കോൺസ്റ്റൻ്റ് ആണ്. മിക്കവാറും പ്രോബ്ലത്തിൽ എന്ത് തരത്തില്ല? മെർക്കുറിനെ പറയത്തുള്ളൂ, ഡെൻസിറ്റി പറയത്തില്ല. നമ്മൾ അറിഞ്ഞിരിക്കണം 13,600 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്ന് അറിഞ്ഞിരിക്കുക. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ഡെൻസിറ്റി. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഒരെണ്ണം പറഞ്ഞു പോകാം. എന്താണ്? ഇവിടെ പ്രത്യേകിച്ച് ഫ്ലൂയിഡ് മെക്കാനിക്സിൽ അതിന് പ്രസക്തി ഇല്ലെങ്കിൽ അത് പറഞ്ഞു പോകാം. രണ്ടാമത്തെ ഒരു പ്രോപ്പർട്ടി ആയിട്ട് നമുക്ക് പഠിക്കാം സ്പെസിഫിക് വോളിയം. എന്താണ്? ഇറ്റ് ഈസ് സ്പെസിഫിക് വോളിയം. സ്പെസിഫിക് വോളിയത്തിന് ഡിനോട്ട് ചെയ്യുന്ന സിമ്പിൾ നോക്കൂ, സ്മോൾ വോളിയം ആണ്. ദിസ് ഈസ് ഈക്വൽ ടു വോളിയം ബൈ മാസ് വിച്ച് ഈസ് റെസിപ്രോക്കൽ ഓഫ് ഡെൻസിറ്റി. അപ്പോൾ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പെസിഫിക് വോളിയം എന്ന് പറഞ്ഞാൽ 1 ഡെൻസിറ്റി ആണ്, അല്ലെങ്കിൽ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ 1 സ്പെസിഫിക് വോളിയം ആണ്. കാരണം ഫ്ലൂയിഡ് മെക്കാനിക്സ് പഠിക്കുമ്പോൾ കൂടുതൽ ഇമ്പോർട്ടൻസ് നമുക്ക് ആർക്കേ കൊടുക്കത്തുള്ളൂ? ഡെൻസിറ്റിക്കാണ്. കാരണം ഇവിടെ നമ്മൾ കൂടുതലും ഹാൻഡിൽ ചെയ്യുന്ന ലിക്വിഡ്സ് ആണ്. എയർ കൂടുതൽ ഹാൻഡിൽ ചെയ്യുന്ന അല്ലെങ്കിൽ ഗ്യാസുകൾ കൂടുതൽ ഹാൻഡിൽ ചെയ്യുന്ന സബ്ജക്റ്റ് പഠിക്കുമ്പോൾ നമ്മൾ ആർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കും? സ്പെസിഫിക് വോളിയത്തിന് കൊടുക്കും. അത് എന്തുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. പതുക്കെ നമുക്ക് ആ ടോപ്പിക്സിലേക്ക് എത്തുമ്പോൾ ഞാൻ പറഞ്ഞുതരാം വൈ വി ആർ ഗിവിംഗ് മോർ ഇമ്പോർട്ടൻസ് ഇൻ ഫ്ലൂയിഡ് മെക്കാനിക്സ് ഫോർ ഡെൻസിറ്റി, ഓക്കെ, റാദർ ദാൻ ഗിവിംഗ് ഇമ്പോർട്ടൻസ് ഫോർ സ്പെസിഫിക് വോളിയം. അത് നമുക്ക് വരും ക്ലാസ്സുകളിലൊക്കെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ദിസ് ഈസ് ഓൾ അബൌട്ട് വാട്ട്? ഡെൻസിറ്റി. സെക്കൻഡ് പ്രോപ്പർട്ടിയിലേക്ക് പോകാം. ഇതൊരു പ്രോബ്ലം ആണ് അല്ലേ? See, this is the second or third property അല്ലേ? മൂന്നാമത്തെ പ്രോപ്പർട്ടി നമുക്ക് പഠിക്കാൻ പോകുന്നത് സ്പെസിഫിക് വെയിറ്റ്. എന്താണ് സ്പെസിഫിക് വെയിറ്റ്? ഈ സ്പെസിഫിക് വെയിറ്റിനെ നമുക്ക് രണ്ട് സിമ്പിൾസിൽ സാധാരണ റെപ്രസെന്റ് ചെയ്യാറുണ്ട്. ചില ബുക്കുകളിൽ തന്നെ സ്മോൾ ഡബ്ല്യൂയിൽ റെപ്രസെന്റ് ചെയ്യാറുണ്ട്, ചില ബുക്കുകളിൽ ഗാമയിൽ റെപ്രസെന്റ് ചെയ്യാറുണ്ട്. ഇത് രണ്ടും നമുക്ക് മനസ്സിലായി. ഇത് രണ്ടും കണ്ടാൽ അതിൻ്റെ അർത്ഥം എന്താണ്? സ്പെസിഫിക് വെയിറ്റ് ആണ്. സോ ദ ഡെഫിനിഷൻ ഓഫ് സ്പെസിഫിക് വെയിറ്റ് ഈസ് ഇറ്റ് ഈസ് സിംപ്ലി വെയിറ്റ് പെർ യൂണിറ്റ് വോളിയം. വെയിറ്റ് പെർ യൂണിറ്റ് വോളിയം. തൊട്ടു മുന്നേ പഠിച്ച ഡെൻസിറ്റി എന്തായിരുന്നു? ഇറ്റ് ഈസ് മാസ് പെർ യൂണിറ്റ് വോളിയം ആണ്. ഒരു യൂണിറ്റ് വോളിയം എടുത്താൽ അതിൽ എത്രത്തോളം മാസ് ഉണ്ടോ ആ മാസാണ് ആരെന്ന് പറയുന്ന ഡെൻസിറ്റി എന്ന് പറയുന്നത്. പക്ഷേ സ്പെസിഫിക് വെയിറ്റ് അങ്ങനെയല്ല. നോക്കൂ, ഇപ്പം 1 മീറ്റർ ക്യൂബ് എടുത്ത് അതിനകത്ത് 1 കിലോഗ്രാം 1000 കിലോഗ്രാം വെള്ളം നിറച്ചു. ഈ 1000 കിലോ വെള്ളത്തിന് എത്ര വെയിറ്റ് ഉണ്ട് എന്ന് മെഷർ ചെയ്യുന്നതാണ് ആര്? സ്പെസിഫിക് വെയിറ്റ് എന്ന് പറയുന്നത്. അതായത് ഇൻറ്റു 9.81 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? വി വിൽ ഗെറ്റ് സ്പെസിഫിക് വെയിറ്റ്. നമുക്ക് അതിലോട്ട് പോകാം. നോക്കൂ, വെയിറ്റ് പെർ യൂണിറ്റ് വോളിയം. നമുക്ക് യൂണിറ്റ് പഠിക്കാം. വെയിറ്റ് പെർ യൂണിറ്റ് വോളിയം. യൂണിറ്റ് ഓഫ് വെയിറ്റ് നമുക്കറിയാം ന്യൂട്ടൺ. യൂണിറ്റ് ഓഫ് വോളിയം മീറ്റർ ക്യൂബ്. സോ ഹിയർ ദ യൂണിറ്റ് ഈസ് ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ് ആണ് ആരുടെ യൂണിറ്റ് എന്ന് പറയപ്പെടുന്നത്? സ്പെസിഫിക് വെയിറ്റിന്റെ യൂണിറ്റ് എന്ന് പറയപ്പെടുന്നത്. നമുക്കൊരു കാര്യം ചെയ്യാം. സ്പെസിഫിക് വെയിറ്റ് എന്ന് പറഞ്ഞാൽ W ബൈ വോളിയം ആണ്. വാട്ട് ഈസ് W? W എന്ന് പറഞ്ഞാൽ mg എന്ന് നമ്മൾ പണ്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്, ഡിവൈഡഡ് ബൈ വോളിയം. ഇവിടെ നോക്കൂ, ഈ മാസ് ബൈ വോളിയം കണ്ടോ? വാട്ട് ഈസ് മാസ് ബൈ വോളിയം? മാസ് ബൈ വോളിയം ഈസ് ഡെൻസിറ്റി. സോ വി വിൽ ഗെറ്റ് ρg. സോ സ്പെസിഫിക് വോളിയം ഈസ് ഈക്വൽ ടു ρg എന്ന് പഠിച്ചു. ഇതാണ് ഞാൻ പറഞ്ഞത് തൊട്ട് മുന്നേ. നമ്മൾ അവിടെ മെഷർ ചെയ്യുന്നത് മാസാണ്. അവൻ്റെ കൂടെ വെയിറ്റ് കിട്ടണമെങ്കിൽ എന്ത് കൊടുത്താൽ മതി? ആ ഡെൻസിറ്റിയുടെ കൂടെ നമ്മൾ ഗ്രാവിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ 9.81 എന്ന g കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? വി വിൽ ഗെറ്റ് സ്പെസിഫിക് വോളിയം. അവിടെ നമ്മൾ ഫിസിക്കലി പഠിച്ചു, ഇവിടെ നമ്മൾ മാത്തമാറ്റിക്കലി അത് പ്രൂവ് ചെയ്തു. സോ സ്പെസിഫിക് വോളിയം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പെസിഫിക് വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് സിംപ്ലി ρg ആണ്. ഇനി നമുക്ക് അടുത്തൊരു ടോപ്പിക്കിലേക്ക് പോകാം. നെക്സ്റ്റ് പ്രോപ്പർട്ടിയിലേക്ക് പോകാം. സ്പെസിഫിക് ഗ്രാവിറ്റി. എന്താണ് സ്പെസിഫിക് ഗ്രാവിറ്റി?
സ്പെസിഫിക് ഗ്രാവിറ്റി. ഈ സ്പെസിഫിക് ഗ്രാവിറ്റിക്ക് പ്രത്യേകിച്ച് സിമ്പിൾസ് ഒന്നുമില്ല. ഞാൻ തൽക്കാലം ഇവനെ SG എന്ന് കൊടുക്കാം. കാരണം സ്പെസിഫിക് ഗ്രാവിറ്റിക്ക് അതിനെ സിമ്പിൾ സാധാരണ ടെക്സ്റ്റ് ബുക്കുകളിൽ കാണാറില്ല, അതുകൊണ്ടാണ് കേട്ടോ. ഈ സ്പെസിഫിക് ഗ്രാവിറ്റി ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പാരിസൺ ഓഫ് ഫ്ലൂയിഡ് ഡെൻസിറ്റി വിത്ത് ദ സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ് ആണ്. ഈ ഫോർ എക്സാമ്പിൾ ലിക്വിഡ് ആണെങ്കിൽ ആ ഗിവൺ ലിക്വിഡ് ഡെൻസിറ്റി ഇൻ കമ്പാരിസൺ വിത്ത് ദ സ്റ്റാൻഡേർഡ് ലിക്വിഡുമായിട്ട് നമ്മൾ അവൻ എന്ത് ചെയ്യും, കമ്പയർ ചെയ്യും. സിമ്പിളാണ്. സ്പെസിഫിക് ഗ്രാവിറ്റി SG ഈസ് ഡെൻസിറ്റി ഓഫ് ദ ഗിവൺ ലിക്വിഡ് ഇൻ കമ്പാരിസൺ വിത്ത് ഡെൻസിറ്റി ഓഫ് ദ സ്റ്റാൻഡേർഡ് ലിക്വിഡ്. സ്റ്റാൻഡേർഡ് ലിക്വിഡ് ആരാണ്? ദാറ്റ് ഈസ് വാട്ടർ ആണ്. അപ്പോൾ ഓൾവേസ് സ്പെസിഫിക് ഗ്രാവിറ്റി ഈസ് ഇൻ കമ്പാരിസൺ വിത്ത് ഗിവൺ ലിക്വിഡ് വിത്ത് ദ സ്പെസിഫിക് ഗ്രാവിറ്റി ഡെൻസിറ്റി ഓഫ് വാട്ടർ ആയിരിക്കും. ഡെൻസിറ്റി ഓഫ് വാട്ടറുമായി എല്ലായ്പ്പോഴും കമ്പയർ ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടി വിളിക്കുന്ന പേരാണ് സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയപ്പെടുന്നത്. ഇവിടെ നോക്കുമ്പോൾ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് വാട്ടർ നമുക്ക് നോക്കാം. സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് വാട്ടർ നോക്കൂ. വാട്ടർ അല്ല, കെറോസിൻ അല്ല, പോയിസൺ അല്ല, മെർക്കുറി അല്ല, എന്താണെങ്കിലും ഡിനോമിനേറ്റർ ആരായിരിക്കും? ഡെൻസിറ്റി ഓഫ് വാട്ടർ ആയിരിക്കും. ഇവിടുത്തെ ഫ്ലൂയിഡ് ആരാണ്? ഡെൻസിറ്റി ഓഫ് വാട്ടർ ആണ്. സോ ഹിയർ ഡെൻസിറ്റി ഓഫ് വാട്ടർ ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ എന്തായിരിക്കും? 1 ആയിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഡെൻസിറ്റി ഓഫ് ഓയിൽ തന്നിട്ടുണ്ട്. എത്ര വിചാരിക്കാം? ഒരു 700 kg/m³ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ഓയിൽ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? Density of the oil divided by density of water. That means 700 divided by 1000 ചെയ്യുക. So we will get 0.7. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ എന്തില്ല? യൂണിറ്റ് ഇല്ല. സ്പെസിഫിക് ഗ്രാവിറ്റി ഈസ് എ ഡയമെൻഷൻലെസ് പ്രോപ്പർട്ടിയാണ്. കാരണം ന്യൂമറേറ്ററിലും ഡെൻസിറ്റി, ഡിനോമിനേറ്റർ ഡെൻസിറ്റി, മുകളിലും താഴെ യൂണിറ്റുകൾ ക്യാൻസൽ ആയി പോകുന്നു. സോ സ്പെസിഫിക് ഗ്രാവിറ്റി ഈസ് എ ഡയമെൻഷൻലെസ് പ്രോപ്പർട്ടി. സ്പെസിഫിക് വെയിറ്റിൻ്റെ യൂണിറ്റ് കണ്ടോ? Newton/m³. ഡെൻസിറ്റിയുടെ യൂണിറ്റ് കണ്ടോ? ഇറ്റ് ഈസ് kg/m³. സ്പെസിഫിക് വോളിയത്തിൻ്റെ യൂണിറ്റ് എന്താണ്? ഇറ്റ് ഈസ് m³/kg. അങ്ങനെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള 4 പ്രോപ്പർട്ടികൾ നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ 4 പ്രോപ്പർട്ടികളും എന്താണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യാം. വരൂ. സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ്, വളരെ സിമ്പിളാണ്. ഈ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് കുറേ കൂടെ മനസ്സിലാക്കുന്ന ഒരു പ്രോബ്ലംസ് ആണ്. ഒരു പ്രോബ്ലംസിൽ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ഗിവൺ ഡേറ്റാസ് എടുത്ത് ചെയ്താം. ദാറ്റ് ഇസ് അവർ ഫസ്റ്റ് ജോബ്. ഗിവൺ ഡേറ്റാസ്. Given data, calculate the specific weight, density, specific gravity of 1 liter of a liquid which weighs 7 Newton. Which means ഏതോ ഒരു ലിക്വിഡ്, അത് ഏതാണെന്ന് ഒരു പേര് പറയുന്നത്, പക്ഷേ ഒരു ലിക്വിഡാണ്. ആ ലിക്വിഡിന്റെ വോളിയം പറയുന്നുണ്ട്. എത്ര എന്ന് പറയുന്നുണ്ട്? വോളിയം ഈസ് ഈക്വൽ ടു 1 ലിറ്റർ എന്ന് പറയുന്നുണ്ട്. രണ്ടാമത്തത്, ഈ 1 ലിറ്റർ വോളിയമുള്ള ആ ലിക്വിഡിന്റെ വെയിറ്റ് ക്വസ്റ്റ്യൻ ഈ പറയുന്നുണ്ട്. W എത്രയാണ്? 7 Newton എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ്, ആരെ കണ്ടുപിടിക്കാൻ പറയുന്നുണ്ട്? ആരൊക്കെയാണ് പറയുന്നത്? സ്പെസിഫിക് വെയിറ്റ് സ്മോൾ w കണ്ടുപിടിക്കാൻ പറയുന്നുണ്ട്, ഡെൻസിറ്റി കണ്ടുപിടിക്കാൻ പറയുന്നുണ്ട്, സ്പെസിഫിക് ഗ്രാവിറ്റി കണ്ടുപിടിക്കാൻ പറയുന്നു. ഇവർ 3 പേരും നമ്മൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. ദിസ് ഇസ് ദി ക്വസ്റ്റ്യൻ. വളരെ സിമ്പിളായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. വളരെ സിമ്പിളായിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. നോക്കൂ, ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്, ഈ നമുക്ക് പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യേണ്ടതെല്ലാം എന്തിലാണ്? SI യൂണിറ്റിലാണ്. ഈ തന്നിരിക്കുന്നത് വോളിയത്തിൻ്റെ യൂണിറ്റ് ലിറ്ററിലാണ് തന്നിരിക്കുന്നത്. അത് SI യൂണിറ്റ് അല്ല. വോളിയത്തിൻ്റെ യൂണിറ്റ് എന്താണ്? m³ ആണ്. സോ m³ നമ്മൾ എന്ത് ചെയ്യണം? കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ലിറ്ററിനെ എങ്ങോട്ട് മാറ്റണം? m³ മാറ്റണം. വളരെ സിമ്പിളാണ്. ഒരു m³ എന്ന് പറഞ്ഞാൽ എത്ര ലിറ്ററാണ്? 1 m³ ഈസ് ഈക്വൽ ടു എത്ര ലിറ്ററാണ്? അത് മറന്നു പോകാതിരിക്കും ഒരു കാര്യം. നമ്മളെ വീട്ടിനകത്ത് വാട്ടർ ടാങ്കിലെ ഏറ്റവും മുകളിലിരിക്കുന്നത് ഒരു 1000 ലിറ്ററിൻ്റെ ഒരു വാട്ടർ ടാങ്കാണ് വിചാരിക്കുക. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മിനറൽ വാട്ടർ 1 ലിറ്ററാണ്. ആ 1 ലിറ്റർ ഒരു എത്ര കുപ്പി ഒഴിച്ചാലാണ് നമ്മളെ മുകളിൽ നിൽക്കുന്ന ആ 1 m³ ടാങ്ക് നിറയുക? 1000 കുപ്പി ഒഴിക്കണ്ടേ? വിച്ച് മീൻസ് 1 m³ ഈസ് ഈക്വൽ ടു എത്ര ലിറ്ററാണ്? 1000 ലിറ്റർ ആണെന്ന് പഠിക്കുക. ഓർ വി ക്യാൻ കോൾ 1 ലിറ്റർ ഈസ് ഈക്വൽ ടു ഈ 1000 താഴെ പോകുമ്പോൾ 10⁻³ m³ ആണെന്ന് മനസ്സിലാക്കുക. ഈ കൺവേർഷൻ ഇടയ്ക്കിടയ്ക്ക് വരും, ഓർത്ത് വെക്കുക. സോ 1 ലിറ്റർ ഈസ് ഈക്വൽ ടു 1 × 10⁻³ m³. അപ്പോൾ വോളിയം എന്താണ്? 10⁻³ m³ ആണ്. സ്പെസിഫിക് വെയിറ്റ് തന്നിട്ടുണ്ട്. വെയിറ്റ് തന്നിട്ടുണ്ട്. കണ്ടുപിടിക്കേണ്ട എന്താണ്? ഫസ്റ്റ് കണ്ടുപിടിക്കാനുള്ള സ്പെസിഫിക് വെയിറ്റ്. സോ സ്പെസിഫിക് വെയിറ്റിൻ്റെ ഡെഫിനിഷൻ എന്താണ്? ഇറ്റ് ഈസ് വെയിറ്റ് പെർ യൂണിറ്റ് വോളിയം. ഡയറക്ട്ലി ഗിവൻ ആണ്. എത്ര വെയിറ്റ് തന്നിരിക്കുന്നത്? 7 ആണ്. എത്ര വോളിയം? 10⁻³ ഈ 10⁻³ മോളിൽ പോകുമ്പോൾ എന്താണ്? 7 × 10⁻³ വിച്ച് മീൻസ് 7 × 1000. അതായത് 7000 Newton/m³ ആണ് ആരെന്ന് പറയപ്പെടുന്നത്? നമ്മളെ സ്പെസിഫിക് വെയിറ്റ് എന്ന് പറയുന്ന ഫസ്റ്റ് ഫാക്ടർ, ഫസ്റ്റ് അൺനോൺ കണ്ടുപിടിച്ചു. രണ്ടാമത് നോക്കൂ, ഡെൻസിറ്റി.
ഡെൻസിറ്റിയാണ് സെക്കൻഡ് പോയിന്റ്. ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു പണ്ട് വരെ പഠിക്കുന്നത് ഡെൻസിറ്റി ഈസ് മാസ് പെർ യൂണിറ്റ് വോളിയം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ നമുക്കറിയാം വാട്ട് ഈസ് ഡബ്ല്യു? ഡബ്ല്യു ഈസ് ഈക്വൽ ടു mg. ഇവിടുന്ന് നമുക്ക് എന്ത് കണ്ടെത്താം? മാസ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഈസ് W/g എന്ന് പറഞ്ഞൂടെ? നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വാട്ട് ഈസ് മാസ്? മാസ് ഈസ് ഈക്വൽ ടു W/g. സോ W/g, പിന്നെ ഡിനോമിനേറ്ററിൽ ആരുണ്ട്? ഒരു വോളിയം ഉണ്ട്. ഇതിൽ നോക്കൂ, നമ്മൾ ഇപ്പോൾ പഠിച്ചതേ ഉള്ളൂ. ഈ വെയിറ്റ് ബൈ വോളിയം ആരാണ്? വാട്ട് ഈസ് വെയിറ്റ് ബൈ വോളിയം? വെയിറ്റ് ബൈ വോളിയം ഈസ് സ്പെസിഫിക് വെയിറ്റ്. സോ സ്പെസിഫിക് വെയിറ്റ് ഡിവൈഡഡ് ബൈ g ചെയ്താൽ നമുക്ക് ആരെ കിട്ടും? വി വിൽ ഗെറ്റ് ഡെൻസിറ്റി. കാരണം നമ്മുടെ കയ്യിൽ സ്പെസിഫിക് വെയിറ്റും ഉണ്ട്, നമുക്ക് ജിയുടെ വാല്യൂയും അറിയാം. സോ സ്പെസിഫിക് വെയിറ്റിൻ്റെ വാല്യൂ എത്രയാണ്? 7000 Nm/m³ ഡിവൈഡഡ് ബൈ 9.81 ചെയ്താൽ ആര് കിട്ടും? വി വിൽ ഗെറ്റ് ദ ഡെൻസിറ്റി ഓഫ് ദ ഗിവൺ ലിക്വിഡ്. നോക്കൂ നിങ്ങൾ, ഡെൻസിറ്റി ഓഫ് ദ ഗിവൺ ലിക്വിഡ് ഈസ് 713.5 kg/m³. സോ രണ്ടാമത്തെ എന്താണ്? അൺനോൺ കണ്ടെത്തി ഡെൻസിറ്റി. ഇനി കണ്ടുപിടിക്കാനുള്ളത് ആരാണ്? സ്പെസിഫിക് ഗ്രാവിറ്റിയാണ്, ഇല്ലേ? സ്പെസിഫിക് ഗ്രാവിറ്റി വളരെ സിമ്പിളാണ്. കാരണം സ്പെസിഫിക് ഗ്രാവിറ്റി ഈസ് ഈക്വൽ ടു ഡെൻസിറ്റി ഓഫ് ദ ഗിവൺ ലിക്വിഡ്, തൽക്കാലം എല്ലെന്ന് വിളിച്ചോട്ടെ, ഡിവൈഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ. സോ സ്പെസിഫിക് ഗ്രാവിറ്റി ഡെൻസിറ്റി ഓഫ് ദ ഗിവൺ ലിക്വിഡ് ഇപ്പോൾ കണ്ടെത്തി. എത്ര കിട്ടി? 713.5 kg/m³, അല്ലേ? 713.55 ആണേ, 55 ഉണ്ട്. 55 kg ഡിവൈഡഡ് ബൈ വാട്ട്? 1000. സോ 0.713 ആണ് ആരെന്ന് പറയപ്പെടുന്നത്? നമ്മുടെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. യൂണിറ്റ് കൊടുക്കരുത്. സ്പെസിഫിക് ഗ്രാവിറ്റി ഈസ് എ ഡയമെൻഷൻലെസ് പ്രോപ്പർട്ടി. കണ്ടോ, വളരെ ഈസി ആയിട്ട് സ്പെസിഫിക് വെയിറ്റ്, ഡെൻസിറ്റി, സ്പെസിഫിക് ഗ്രാവിറ്റി, ഇത് 3 അൺനോൺസ് നമ്മൾ എന്ത് ചെയ്തു? കണ്ടെത്തിയിരിക്കണം. ഇതൊരു സിമ്പിൾ പ്രോബ്ലം അല്ലേ? ഈ പ്രോബ്ലത്തിൽ ചെറിയൊരു മാറ്റം വരുത്തിയാൽ പ്രോബ്ലത്തിൻ്റെ കഥ മാറും. വലിയ കഥയൊന്നുമല്ല. നോക്കൂ, ദിസ് ഈസ് ദ ക്വസ്റ്റ്യൻ. കാൽക്കുലേറ്റ് ദ ഡെൻസിറ്റി, സ്പെസിഫിക് വെയിറ്റ്. കണ്ടുപിടിക്കാൻ എന്താക്കിയാണ്? 1 ഡെൻസിറ്റി കണ്ടുപിടിക്കണം, 2 സ്പെസിഫിക് വെയിറ്റ് കണ്ടെത്തണം, 3 വെയിറ്റ് കണ്ടെത്തണം. നോക്കൂ, ഇത് 3മാണ് ഇവിടെ എന്ത് ചെയ്യാനുള്ളത്? കണ്ടെത്താനുള്ളത്. പക്ഷേ ഗിവൺ ഡേറ്റ് നോക്കൂ, വോളിയം പഴയതുപോലെ തന്നിട്ടുണ്ട്. വാട്ട് ഈസ് വോളിയം? 1 ലിറ്റർ എന്ന് പറയുന്നുണ്ട്, വിച്ച് മീൻസ് 1 × 10⁻³ m³ ആണ് ആര്? വോളിയം ഓഫ് പെട്രോൾ ആണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടുത്തെ ലിക്വിഡ് പറഞ്ഞിട്ടുണ്ട് പെട്രോൾ ആണ്. തൊട്ട് മുന്നേ ഒരു അൺനോൺ ലിക്വിഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ പെട്രോളിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി കണ്ടോ? 0.7. സോ സ്പെസിഫിക് ഗ്രാവിറ്റി ഈസ് വാട്ട്? 0.7 എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് കണ്ടെത്താം? ഡെൻസിറ്റി കണ്ടെത്താം. വാട്ട് ഈസ് ഡെൻസിറ്റി? ഡെൻസിറ്റി ഓഫ് ദ ഗിവൺ ലിക്വിഡ് അല്ലെങ്കിൽ പെട്രോൾ ഈസ് ഈക്വൽ ടു സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ദ പെട്രോൾ ഇൻറ്റു 1000 ചെയ്താൽ പോരെ? അല്ലെങ്കിൽ വേണ്ട, ഞാൻ തൽക്കാലം ആ ഡെഫിനേഷൻ എഴുതി തന്നെ പോവാം, അല്ലേ? നമ്മൾ ഡെഫിനേഷൻ പഠിച്ചു വരുന്നതിലേ ഉള്ളൂ. എന്താ നമ്മുടെ സ്പെസിഫിക് ഗ്രാവിറ്റിയുടെ ഇക്വേഷൻ എന്താണ്? ഡെൻസിറ്റി ഓഫ് ദ പെട്രോൾ ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് ദ വാട്ടർ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡെൻസിറ്റി ഓഫ് പെട്രോൾ ആണ്. സോ ഡെൻസിറ്റി ഓഫ് പെട്രോൾ ഈസ് ഈക്വൽ ടു സ്പെസിഫിക് ഗ്രാവിറ്റി ഇൻറ്റു ഡെൻസിറ്റി ഓഫ് വാട്ടർ ആണ്. സ്പെസിഫിക് ആയിട്ട് എത്ര പറയുന്നുണ്ട്? 0.7. ഡെൻസിറ്റി ഓഫ് വാട്ടർ നമുക്ക് എല്ലാവർക്കും അറിയാം 1000, വിച്ച് മീൻസ് 700 kg/m³ ആണ് ആരെന്ന് പറയപ്പെടുന്നത്? ഡെൻസിറ്റി ഓഫ് പെട്രോൾ എന്ന് പറയപ്പെടുന്നത്. വളരെ സിമ്പിളാണ്. സെക്കൻഡ് പോയിന്റ് എന്താണ്? സെക്കൻഡ് പോയിന്റ് പറയുന്നവരാണ് സ്പെസിഫിക് വെയിറ്റ് ആണ്. എന്താണ്? സ്പെസിഫിക് വെയിറ്റ് കണ്ടെത്താൻ. വാട്ട് ഈസ് സ്പെസിഫിക് വെയിറ്റ്? സ്പെസിഫിക് വെയിറ്റ് ഈസ് വെയിറ്റ് പെർ യൂണിറ്റ് വോളിയം. സ്പെസിഫിക് വെയിറ്റ് ഈസ് വെയിറ്റ് പെർ യൂണിറ്റ് വോളിയം ആണ്. വെയിറ്റ് പെർ യൂണിറ്റ് വോളിയം, ശരിയല്ലേ? വെയിറ്റ് പെർ യൂണിറ്റ് വോളിയം. വെയിറ്റ് പെർ യൂണിറ്റ് വോളിയം എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഈസ് വെയിറ്റ്? mg by വോളിയം. വാട്ട് ഈസ് മാസ് ബൈ വോളിയം? ദാറ്റ് ഈസ് ഡെൻസിറ്റി. അപ്പോൾ ആരായി മാറി? അവൻ ρg ആയി മാറി. നമുക്ക് റോ കിട്ടി, ഡെൻസിറ്റി ഓഫ് പെട്രോൾ നമുക്കറിയാം. സോ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വാട്ട് ഈസ് റോ ഹിയർ? ഇറ്റ് ഈസ് 700 × 9.81 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? വി വിൽ ഗെറ്റ് സ്പെസിഫിക് വെയിറ്റ്. നോക്കാം, വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് സ്പെസിഫിക് വെയിറ്റ്? റോ ജി 6867 ആണ്. കണ്ടോ, 6867 Nm/m³ ആണ് ആരെന്ന് പറയുന്നത്? സ്പെസിഫിക് വെയിറ്റ് എന്ന് പറയപ്പെടുന്നത്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട ആരാണ്? നമ്മുടെ ടോട്ടൽ വെയിറ്റ് ആണ്. ടോട്ടൽ വെയിറ്റ്, ഈ 1 ലിറ്റർ പെട്രോളിൻ്റെ വെയിറ്റ് എത്ര എന്നാണ്? അത് ഇവിടെ നിന്ന് കിട്ടും. വെയിറ്റ് ഈസ് ഈക്വൽ ടു ഇവിടുന്ന് കണ്ടെത്തിയ പോരെ? നോക്കി, ഈ ഈക്വേഷൻ നോക്കൂ. വെയിറ്റ് ഈസ് ഈക്വൽ ടു സ്പെസിഫിക് വെയിറ്റ് ഇൻറ്റു വോളിയം. സ്പെസിഫിക് വെയിറ്റ് ഇപ്പോൾ കണ്ടെത്തിയേ ഉള്ളൂ. 6867 ഇൻറ്റു വോളിയം. വോളിയം എത്ര? 10⁻³ -3, വിച്ച് മീൻസ് 6.867
ന്യൂട്ടൺ ആണ് ആരെന്ന് പറയപ്പെടുന്നത്? നമ്മുടെ വോളിയം, നമ്മുടെ വെയിറ്റ് ഓഫ് ദ 1 ലിറ്റർ പെട്രോൾ എന്ന് പറയും. അപ്പോൾ ഏതൊക്കെയാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്? നമ്മൾ ആദ്യം കണ്ടുപിടിച്ചത് എന്താണ്? ഡെൻസിറ്റി ഓഫ് ദ പെട്രോൾ നമ്മൾ എന്ത് ചെയ്തു? കണ്ടെത്തി. പിന്നെ നമ്മൾ കണ്ടുപിടിച്ചതാരാണ്? സ്പെസിഫിക് വെയിറ്റ് നമ്മൾ കണ്ടെത്തി. പിന്നെ കണ്ടുപിടിച്ചതാരാണ്? വെയിറ്റ് ഓഫ് ദ 1 ലിറ്റർ പെട്രോൾ. കണ്ടോ, 3 അൺനോൺസ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അത് 3ഉം വളരെ ഈസി ആയിട്ട് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഇതൊരു ഇൻട്രൊഡക്ടറി ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. ഇതൊരു റിയൽ പ്രോബ്ലമേ അല്ല. ഇത്രയും സിമ്പിൾ ആണോ എന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിച്ച് കളയരുത്. ഇത് ഫ്ലൂയിഡ് പ്രോപ്പർട്ടീസിൻ്റെ പ്രോപ്പർട്ടീസ് പരിചയപ്പെടാൻ വേണ്ടി നമ്മൾ വർക്കൗട്ട് ചെയ്ത പ്രോബ്ലംസാണ്. പക്ഷേ ഇതിൽ ഈ 2 പ്രോബ്ലവും യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ചിലപ്പോൾ ഷോർട്ട് ക്വസ്റ്റ്യന് ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. അതല്ലെങ്കിൽ എസ്സേയുടെ പാർട്ടായിട്ടോ നമുക്ക് എന്ത് ചെയ്യാം? ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു പ്രോബ്ലംസുകൾ പ്രതീക്ഷിക്കാം. ഓക്കെ, സോ നമുക്കിനി അടുത്ത ഒരു പ്രോപ്പർട്ടിയിലേക്ക് കടക്കാം.